ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതെന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൊച്ചു. ബേസിക്കലി പ്രവീൺ കൊച്ചു മറ്റേ ഫോർച്യൂണർ ഒക്കെ എടുത്ത് മറ്റേ ആളാണ് നടക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് പ്രവീൺ കൊച്ചുവിനെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ഇതെന്റെ എനിക്ക് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അതെ അതെ അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, യൂട്യൂബ് എടുക്കാം. നമ്മളെല്ലാം ചാനലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരിങ്ങനെ മറ്റേ അടി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നതല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ അവരൊരു ഫോർച്യൂണർ എടുത്തു. ലൈക്ക് ന്യൂ സ്കാം ഇൻ കേരള. ഭയങ്കര പറ്റിക്കുവാണ്. ഇപ്പം ഇപ്പം അതൊന്നും പ്രശ്നേഷ് ഗ്രീൻ ഹൗസ് പ്രശ്നേഷ് എന്താ പറയാ, അവൻ പെട്ടെന്ന് അവന്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ട് ഹൗ ടു ഗെറ്റ് എ ഫോർച്യൂണർ എന്ന് അടിച്ച് കാണും. അങ്ങനെ അവനും ആഗ്രഹം കാണും ഫോർച്യൂണർ എടുക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു. അങ്ങനെ അവനും കിട്ടി ഈ പ്രവീണിന്റെ വീഡിയോ. ഇപ്പൊ അവര് റെഡിയായി. അങ്ങനെ ഇങ്ങനെ ഇത് കാലങ്ങളായി പൊക്കോണ്ടിരിക്കും. ഇത് കുറെ റോസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്രശ്നം, ഞാന് കുറച്ച് ദിവസമായുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും വേണം. അപ്പം വീഡിയോയിലോട്ട് പോവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, എടുത്ത് വെച്ചാൽ എല്ലാരും ഫ്രീയിലെ ആൾക്കാരൊക്കെ കയറി മറ്റേ പ്രവീണിന്റെ വീഡിയോ ഒക്കെ കാണാൻ പോകും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും കാണും. അടി കാണാനായിട്ട് ആഗ്രഹമുള്ളത്. അതെ, എന്റെ ചേച്ചി കണ്ടു. അടി ഉണ്ടാക്കാനായിട്ട് ചോദിച്ചു. ഇവിടെ അടി കിട്ടി, മാല പൊട്ടി അങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആയില്ല അടി. ഭയങ്കര സ്ലോ എന്നാന്ന് അറിയത്തില്ല. ഞാനിത് ഇടയ്ക്ക് വെച്ചേച്ചു പോയായിരുന്നു, അതായിരിക്കും. ആക്ച്വലി എനിക്ക്
ഒരു ഹെഡ്ഫോൺ ഉണ്ട്, ബട്ട് ഇതിനകത്ത് മൈക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചേച്ചിയുടെ എയർബഡ്സ് ഗോൾഡിന്റെ കിടിലാണ്, മൈക്ക് കിടിലോട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ മൈക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. വന്നിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ പോസ്റ്റിംഗിലേക്ക് കടക്കായിരുന്നു. ഓക്കെ, യൂട്യൂബ് ഇൻസ്പിറേഷൻ തന്നെ പറയുന്ന ഒരാള് കാരണമായി ഒറ്റൊരാള് ഇതെന്റെ വേറെ അക്കൗണ്ടാണ്. എനിക്ക് ആക്ച്വലി ഒരു ഗെയിമിംഗ് ചാനലുണ്ട്. എന്റെ ഞാൻ ഫസ്റ്റ് ഗെയിം കളിച്ച് ചാനൽ തുടങ്ങാൻ വിചാരിച്ചപ്പം എന്റെ ഞാൻ ഗെയിം എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റീം ലാബ്സ് പണി തന്നു. അങ്ങനെ അതൊന്നും നടന്നില്ല. നമ്മുടെ ഗെയിം ക്യാപ്ചർ ഒക്കെ യൂസ് ചെയ്തായിരുന്നു സ്റ്റീം ലാബിന്റെ അത് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ സ്കിപ്പ് ഒന്നും ചെയ്തില്ല, എനിക്കത് വേണ്ടിയിട്ടൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ പേപ്പർ സ്റ്റേഷൻ തുടങ്ങിയേക്കുന്നേ. ഓക്കെ, നമുക്കൊന്ന് കാണാം. അങ്ങ് തെള്ളി മറിച്ച് വരുന്നു. മറ്റേ പ്രവീണ് 2 പേർക്ക് യൂട്യൂബിന്റെ ആക്സസ് ഉണ്ട് സ്റ്റുഡിയോയുടെ. ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കാറൊക്കെ ഡെലിവറി എടുത്ത് ദേ മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് അച്ഛനും അമ്മ കൊച്ചും ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഏത് വണ്ടി എടുത്തെന്ന് അറിഞ്ഞിട്ടില്ല. വണ്ടി ബുക്ക് ചെയ്തെന്ന് അറിഞ്ഞായിരുന്നു വീട്ടിൽ, പക്ഷേ ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഫോർച്യൂണർ എന്ന് പറഞ്ഞില്ല, സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി അമ്മയും അച്ഛനെയും നമ്മുടെ ഫോർച്യൂണർ നമ്മുടെ വണ്ടി കാണിക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ എടുക്കാനായിട്ട് മാത്രം തന്നെ വടി ഉണ്ടാക്കിയത്. അത് തന്നെ ഇപ്പൊ പ്രശ്നേഷം ഫോളോ ചെയ്യുന്നത്. വീഡിയോ ആണ്. ഞാൻ അത് തന്നെ ഇപ്പൊ പ്രശ്നേഷം ഫോളോ ചെയ്യുന്നത്. ആലോചിക്കുമ്പോഴാണ് ഗ്രീൻ ഹൗസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് എങ്ങും പോയില്ല. ഫസ്റ്റ് ഇതേ പോകാൻ പോകുന്നത് വീട്ടിലോട്ടാണ് കേട്ടോ. നമുക്ക് TP നമ്പർ ഇപ്പം എന്തായാലും നമുക്ക് നേരത്തെയൊക്കെ നമ്പർ 6 മാസത്തിനുള്ളിൽ TP എടുത്താൽ മതി. TP 6 മാസം വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം 48 ഡേയ്സേ ഉള്ളൂ. കുറച്ച് ലാഗാണ്, കാരണം ഇപ്പം ഞാൻ സ്റ്റീം ലാബ് കുറച്ചധികം എന്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ സ്റ്റീം ലാബ് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഫൈൻ അടയ്ക്കണം. അത് ഞാൻ വണ്ടി എടുക്കുന്ന രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഒരു പിറ്റേ ദിവസം തൊട്ടാണ് ആ റൂള് വന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം വരെ TP അടിച്ചിട്ട് നമുക്ക് നല്ല നമ്പർ കിട്ടുമ്പം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ഉടനെ നമ്പർ നോക്കി തുടങ്ങണം, കാരണം 48 ദിവസമേ ഉള്ളൂ വാലിഡിറ്റി. ഇല്ലെങ്കിൽ ഫൈൻ എനിക്കൊന്ന് എത്ര രൂപയെന്ന് എനിക്ക് അറിയത്തില്ല. വെറുതെ ഫൈൻ അടിക്കാൻ നിൽക്കണം. നമുക്ക് അതിന് മുമ്പേ നമ്പർ നല്ലത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കാം. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ലെറ്റ്സ് ഗോ, നമ്മൾ പോവാണ്. ഭയങ്കര സന്തോഷം, കാരണം നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ പേരൻസിനെ കൊണ്ട് കാണിക്കുമ്പോൾ അതൊരു സന്തോഷം വരും. പക്ഷേ ഭയങ്കര സന്തോഷമാണ്. അതാണ് അങ്ങനെ എനിക്ക് പാലുകാച്ചിന് ഒരു വീട്ടിൽ വന്നപ്പോഴും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഈ വീട് കണ്ടപ്പോഴും എനിക്കൊരു സന്തോഷമായിരുന്നു. നമ്മുടെ ഓരോ അച്ചീവ്മെൻറ്റും അവരെ ഹാപ്പി ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര ലെവലാണ്, അടിപൊളിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വണ്ടി എടുക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഉടനെ വെക്കണം. നമുക്ക് വണ്ടി ഇത്ര സ്പേസേ ഉള്ളൂ. അതാണ്ട് ഇനിയൊന്ന് നമുക്ക് ഇത്ര സ്പേസേ ഉള്ളൂ വണ്ടി. അതുപോലെ ബാക്ക് അങ്ങ് അതിൻ്റെ മൂലം, ഫോർച്യൂണറിൻ്റെ മൂലം നനയും ഗൈസ്. അപ്പം
അപ്പോൾ ഫോർച്യൂണറിന്റെ മൂലം നനയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്നത്, കുറച്ചും കൂടി ഇറക്കി ചെയ്യണം കേട്ടോ. ഈ റൂഫ് ചെയ്യുന്ന കുറച്ച് ഇറക്കി ചെയ്യണം. അതുപോലെ നമുക്ക് മറ്റേ വണ്ടി ഇടാൻ വേണ്ടി ഇവിടെയും കൂടി ഒരു റൂഫ് ചെയ്യേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ് ഇവിടെ കയറാൻ വൺ ടാസ്ക് ആണ് ഗൈസ്. ഓക്കെ, വണ്ണം കുറവായതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ള റെക്കോർഡിങ് അപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി ബോഡി റോളൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഫോർച്യൂണറിൽ അത്യാവശ്യം നല്ല ബോഡി റോൾ ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ഞാൻ ഒന്ന് ബോഡി റോൾ എന്താ അറിയാവാണെങ്കിൽ കവിയാണ് ഓടിച്ചിട്ടില്ല. മൊത്തം 26 കിലോമീറ്റർ ഓഡോമീറ്റർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 26 കിലോമീറ്ററിൽ ഒരു വണ്ടിയെ പറ്റി ഒന്നും പറയാറായിട്ടില്ല. ബാക്കിൽ ഇരിക്കുന്നവരടുത്ത് ഇനി ലോങ് ഡ്രൈവ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. ബട്ട് റൈഡിങ് പവർ, വണ്ടി ഓടിക്കുന്ന കംഫർട്ട്, ഇതിന്റെ പോകുമ്പോൾ നമ്മൾ എന്തോ ഒരു സ്വന്തമായ ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നു. ഇത്രയും ഇങ്ങനെ ഇരുന്ന വണ്ടി ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ സീരിയസ്ലി അടിപൊളിയായിട്ടുണ്ട്. എന്താ പ്രൗഡ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അവര് തന്നെ അറിയാം അവൻ കള്ളത്തരം കഴിച്ചിട്ടാ എടുത്തത് എന്നാ കുറെ പേര് പറയുന്നത്. നമുക്കറിയത്തില്ല, അത് അറിയാം. ഗായ്സ്, അപ്പൊ നമ്മളിത് വീട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള വഴിയിലാണ് സുഹൃത്തുക്കളെ. ഞാൻ വീട്ടിൽ നിന്ന് എല്ലായിടത്തും ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് കൊച്ചൂരടുത്ത്. അപ്പോ ലെറ്റ്സ് ഗോ. ഇറങ്ങിക്കാൻ പറഞ്ഞപ്പോഴറിയാം വണ്ടി കൊണ്ട് വരുമെന്ന് അപ്പോഴേ മനസ്സിലായി കാണാം. അയ്യോ ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അന്ന് അച്ചാച്ചന്റെ ഓർമ്മ ദിവസമാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഹലോ ഗായ്സ്, തിരക്ക് എന്താ യൂട്യൂബ് ചെയ്യുന്നു. സത്യം പറയാനില്ല, കള്ളത്തരം കളിക്കുന്നത് ഇപ്പോഴും പോരാന്നാ തോന്നുന്നു. ഇങ്ങനെ സാധിക്കുന്നു. ഓക്കെ, അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സ് ടേൺ ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഞാൻ ഓൺ ചെയ്യാം. അപ്പൊ കമന്റ് പിന്നെ ദിവസം ചെയ്യാം. ഓക്കെ, അപ്പം ബൈ. ഓക്കെ.